ഫാമിലി. അപ്പോൾ ഈ ഒരു CBSE 10ലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറേ പ്ലാനിങ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വട്ടം CBSE 9ൽ നമുക്ക് ആദ്യം തുടക്കത്തിൽ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് സെറ്റായില്ല അല്ലേ. ലാസ്റ്റ് നിമിഷത്തിൽ ഇരുന്ന് കഷ്ടപ്പെട്ടുള്ള പഠിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് പാടില്ല. അതെ, ഇപ്പോൾ നമ്മൾ CBSE 10ലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ എത്തി പല സ്കൂളുകളിലും സ്കൂൾസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നിങ്ങളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വർഷം നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നല്ല, 10th ആയല്ലോ, ഫുൾ A1 വാങ്ങിക്കണ്ടേ, എങ്ങനെ പഠിത്തം പോകുന്നു, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ ഫുൾ A1 വാങ്ങിക്കാൻ, ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങളുടെ പല ഭാഗത്തു നിന്നും. നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വെറുതെ ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ മതി, എല്ലായിടത്തും ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ സ്ട്രെസ് ഈ ഒരു 10th നമുക്ക് ഉണ്ടാവും. കാരണം ഫുൾ A1 എന്ന് പറയുന്ന ഒരു അഭിമാന പ്രശ്നമായിട്ട് പലരും കാണുന്നത് കൊണ്ട് തന്നെ നമുക്കും ഫുൾ A1 വാങ്ങണം. എന്തായാലും അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പൊ പിന്നെ നമ്മളെ കൊണ്ട് അത് സാധിക്കും എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മളൊന്ന് നന്നാവാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ അവസാന നിമിഷത്തിലുള്ള ഫുൾ ഇരുന്ന് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇങ്ങനെ മല കണ്ട് ചുമക്കുന്ന പോലെ അങ്ങനെയുള്ള പഠിത്തം നമുക്ക് പ്രശ്നം വേണ്ട. നമ്മൾ ആദ്യം മുതൽ കുറച്ച് വീതം ഓരോ ദിവസം പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പം നല്ല ടൈം ടേബിളൊക്കെ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തൊട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മുടെ ടേം എക്സാമുകൾ വരുന്ന സമയത്ത് നമുക്ക് എല്ലാം പാടെ ഒരുമിച്ച് കൊണ്ടുകൊണ്ട് വരും. പ്രത്യേകിച്ച് നിങ്ങൾ CBSE മക്കളായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സയൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും കണ്ടന്റ് വളരെ കൂടുതലാണ്. 9ാം ക്ലാസ് പോലെ അല്ല 10ാം ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുൾ A1 നിന്ന് നിങ്ങളിങ്ങനെ ദൂരേക്ക് പോകുന്നത് പോലെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള തെറ്റുകളൊന്നും നമ്മൾ ആവർത്തിക്കാൻ പോകുന്നു. എല്ലാ മിസ്റ്റേക്സും കഴിഞ്ഞത് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണ് പ്രമാണം. അപ്പൊ നമ്മൾ ഇനി പാസ്റ്റിന് കൂടുതൽ ചെകഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് നന്നാവുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതിലൊരു ഫുൾ ഒരു സപ്പോർട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ഫുൾ A1ലേക്ക് 2 വഴികളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സെൽഫായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. രണ്ടാമത് നിങ്ങൾക്കൊരു സപ്പോർട്ടോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ A1ലേക്ക് എത്താൻ പറ്റും. ഇതിലത്തെ രണ്ടിന്റെയും ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. അതായത് സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം അല്ലെ. നിങ്ങൾ അതെ. അപ്പൊ ഒന്നാമത് നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുക എന്നുള്ളതാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റുകൾ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും ഇല്ല എന്ന് മിസ് പറയുന്നില്ല. പിന്നെ അത് വീട്ടിൽ വന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് വരാനും പറഞ്ഞു തരാനില്ല അല്ലേ. നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം അല്ലെ. ഇപ്പൊ യൂട്യൂബിൽ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇന്ന ദിവസം ഞാൻ ഇന്നത് പഠിക്കണം, ഇന്ന ദിവസം ഞാൻ ഇന്നത് പഠിച്ചു. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. തുടക്കം 2-3 ദിവസം ഉണ്ടാവും. പിന്നെ നമ്മളിങ്ങനെ മടിയാവും, ഇന്ന് വേണ്ട നാളെ ആവാം അല്ലെ, അത് കഴിഞ്ഞ അടുത്ത ദിവസം ആവും. അങ്ങനെ പിന്നെ ഒന്ന് നമ്മളെ നിർബന്ധിക്കാനോ മക്കളെ ഇന്ന് ഇത് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ആവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പിന്നെ ആവട്ടെ ആ ഒരു ആവേശം പിന്നെ ഉണ്ടാവില്ല. അതെ, പക്ഷെ രണ്ടാമത്തെ ഓപ്ഷൻ അപ്പൊ എന്തായിരിക്കും, നിങ്ങൾക്കൊരു സപ്പോർട്ടോട് കൂടെ പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആളുണ്ട്. ഇന്ന ദിവസം ടൈം ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത് മുതൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് കറക്റ്റായിട്ട് സ്കെഡ്യൂൾ ചെയ്ത് നിങ്ങളോട് കാണാൻ പറയുന്നു. ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാലും അതിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നു, സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട. അതെ, അത് കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് നടത്തുന്നു. അതേപോലെ തന്നെ ടേം എക്സാം വരുമ്പോൾ നമ്മൾ മോഡൽ എക്സാംസ് നടത്തുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ പല സൈറ്റിലും ഇതിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് അത്യാവശ്യം സമയം നമുക്ക് പോകും. പക്ഷെ അതിന് പകരമായിട്ട് കറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു തന്ന് അതിന്റെ ആൻസേഴ്സ് അടക്കം പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ സംഭവം ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ സ്പൂൺ ഫീഡിങ് ആണ് സംഭവം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ടൈം നമുക്ക് റിസൾട്ടാണ് ആവശ്യമുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഫുൾ A1 ഉണ്ടോന്നാ, ഇത് കഷ്ടപ്പെട്ടിട്ടാണോ കിട്ടിയത്, സ്വന്തമായി
നന്നായിട്ട് പഠിച്ചാണോ കിട്ടിയത്, അതൊന്നും ആരും ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. അൾട്ടിമേറ്റ്ലി റിസൾട്ടിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അത് സ്മാർട്ടായിട്ടുള്ള ഒരു വർക്കിലൂടെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് 10ാം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ സ്ട്രെസ് അടിച്ചിട്ട് ഫുള്ള് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പം അതുപോലെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ ഫുൾ A1 വാങ്ങിച്ച് തരുന്നത് വരെയുള്ള എല്ലാ പ്ലാനിങ്ങും നമ്മളുടെ CBSE ലക്ഷ്യ ബാച്ചിൽ ഓൾറെഡി റെഡിയാണ്. ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാച്ചിലേക്ക് ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ബാച്ച് ലോഞ്ചുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടും ഒരുപാട് കുട്ടികൾ ബാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സംഭവം നമുക്കൊന്ന് എടുത്തുനിന്ന് കാണിച്ചൊക്കെ തരേണ്ട, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് അറിയില്ല. ഇപ്പൊ പുറത്തുനിന്ന് നമ്മൾ ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ സംഭവം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അല്ലേ? അതന്നെ, ഞങ്ങൾ ചുമ്മാ അത് തള്ളിയതാണെന്നൊക്കെ അറിയണം. തന്നെയാണോ ബാച്ചിന്റെ ഉള്ളിൽ ക്ലാസ് എടുക്കുന്നത് അറിയണല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മളൊരു ബാച്ച് ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം ബാച്ച് ഓറിയന്റേഷൻ നമ്മൾ വെക്കാൻ പോവാണ്. അപ്പോൾ ഓറിയന്റേഷനിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തള്ളിയതല്ല. ഓക്കെ, എല്ലാം അത് കറക്റ്റ് ഉള്ളതാണ്, എല്ലാം അത് കാണിച്ചു തരും. ആൻഡ് ഓൾസോ മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഇപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്തവർ മാത്രമേ ഈ ഓറിയന്റേഷന് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്തവർ എന്തായാലും പങ്കെടുക്കണം, കമ്പൽസറി ആണ്. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾ അതിനേക്കാൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയണം എന്തൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, എനിക്ക് ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നതായിരിക്കും. സോ മാക്സിമം നിങ്ങളുടെ CBSE 10th പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂടിയിട്ട് കൃത്യം 7 മണിക്ക് വരാം. ആരും മിസ്സാക്കരുത്. എല്ലാം ഞങ്ങൾ രണ്ടുപേരും വരുന്നതായിരിക്കും, കംപ്ലീറ്റ് എല്ലാം എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ആൻഡ് കൃത്യം 7 മണിക്ക്, ഇനി നമ്മൾ കൂടുതൽ തള്ളുന്നില്ല, എല്ലാം ഇനി നേരിൽ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് ലൈവിൽ കാണാം.